ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിന്റെ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 മെയിൻസിന്റെ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഡേ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാം നമ്മളുടെ മെയിൻസിന്റെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത് CGL 2024 മെയിൻസ് എന്ന പോലെ CHSL 2024 മെയിൻസും നവംബറിലുണ്ട്. അപ്പോൾ അതിനും കൂടെ യൂസ്ഫുൾ ആണ് എന്നും പറഞ്ഞ് എല്ലാ എക്സാംസിനും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻസിന്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ചാനലിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ്, സ്ട്രാറ്റജികൾ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മലയാളത്തിൽ എക്സാം എഴുതുന്ന എല്ലാവരിലേക്കും ഈ ഒരു ചാനൽ എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CGL 2024 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അതായത് എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ആൻസർ കീ വന്നു. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇത് റാങ്ക് IQ എന്ന് പറയുന്ന ചാനലിൽ നിന്നും എടുത്ത PDF ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിങ്ങനെ മിക്സ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ 24 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ അല്ലാതുള്ള മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു മെയിൻസ് ബാച്ചിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. ഇപ്പോൾ മാക്സിമം പേര് പിന്നെ ഒരു 2 ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇതേ ടൈപ്പുള്ള 2 ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന് തരുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ക്ലാസ്സുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ നോക്കുക, ഇതിന്റെ ക്വാളിറ്റി നോക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്യും. നമ്മളുടെ ക്ലാസ്സിന്റെ വ്യൂസ്, ഞാൻ തരുന്ന ക്ലാസ്സിന്റെ ക്വാളിറ്റിയിൽ അനുസരിച്ചുള്ള വ്യൂസ് നമ്മുടെ ചാനലിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് 2 ക്വസ്റ്റിനെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ വരെ ഒരു ക്ലാസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സമയം കൊടുക്കുമ്പോൾ എനിക്കതിന് തിരിച്ചൊരു നിങ്ങളുടെ റെസ്പോൺസ് അത് വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. അമൻ ബോറോസ് എ സം ഓഫ് ഇത്രയും രൂപ. ഇത് വായിക്കുമ്പോൾ തന്നെ 1,92,000 ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. 1,92,000 സംതിങ് രൂപ 15% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്തു, അവൻ കടം വാങ്ങി. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഈ റീപേസ് 20,000 സംതിങ് എന്ത് ചെയ്തു towards return of principal amount borrowed. If Aman clears all pending dues at the end of the second year, including interest payment that accrued during the first year, how much does he pay at the end of the second year? അപ്പൊ ഇവിടെ ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു റാങ്ക് IQ എന്ന് പറയുന്ന ചാനലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ കീ ഇട്ടതിനകത്ത് ഏറ്റവും കുറച്ച് ആൾക്കാർ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് അറിയാത്തവരാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കണം ചെയ്തത്. അതുകൊണ്ടായിരിക്കണം ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്ക് തെറ്റിയത്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പൊ കാൽക്കുലേഷന്റെ കാര്യങ്ങളും എല്ലാം, കാൽക്കുലേഷൻ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ സ്ട്രാറ്റജി വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവര് നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ആ ഒരു സ്ട്രാറ്റജി വീഡിയോ കാണുക. മെയിൻസിന്റെ സ്ട്രാറ്റജി എല്ലാം ചെയ്തിട്ടുണ്ട്. അർജുന ബാച്ച് കാണുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസിന്റെ ക്ലാസ് കാണുക, ഡെയിലി എക്സസൈസിന്റെ ക്ലാസ് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഇതേ ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യനോടുണ്ട്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വാല്യൂ വ്യത്യാസമാണ്, കുറച്ചുകൂടെ കാൽക്കുലേഷൻ കൂടുതലുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ 1,92,208 രൂപയാണ് അവൻ വാങ്ങിയത്. അത് 15% ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്തത്, സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് വാങ്ങിയത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കൂടെ കൂടത്തില്ല. ഓക്കെ, അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ക്ലാസ്സുകൾ അർജുന ബാച്ചിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ചെയ്തത് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഇപ്പൊ ഫസ്റ്റ് ഇയറിലെ കേസിൽ ഫസ്റ്റ് ഇയറിൽ ഇയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും, ഇയാൾക്ക് ഇതിന്റെ 15% എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. 15% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 19,22,0.8 ആണ്, 19,220 ആണ്. എന്നിട്ട് 10% 5% കൂടെ കൂട്ടുന്നതാണ് ഒരു സാധനത്തിന്റെ 15%. ഇതിന്റെ 10% ഇതാണ്, 5% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ്. പിന്നെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 19,000 പകുതി ഏകദേശം 9,000 സംതിങ് ആണ്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ വേണം നമുക്ക്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 9,000 സംതിങ്. അപ്പൊ അത് ആ രീതിയിൽ എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 1 12-നകത്ത് 6, 2-നകത്ത് 1, 0.4. അപ്പൊ ഇത്രയും രൂപയാണ് അയാൾക്ക് എന്തായിട്ട് കിട്ടുന്നത്, ഈ ഒരു ഇതില് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കൂട്ടണമെന്നും ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഇയറിൽ എന്താ ചെയ്തത്, ഈ അമൻ ക്ലിയേഴ്സ് ഫസ്റ്റ് ഇയറിൽ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, അയാൾ 20,196 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടിൽ തിരിച്ചടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് ഈ ഒരു പ്രിൻസിപ്പലിന്റെ കൂടെ കൂട്ടും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, അതെന്തായി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്.
നമ്മുടെ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളിനോട് കൂട്ടുന്ന എവിടെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണെന്ന്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, കണക്കാക്കിയാൽ മതി. ഒരിക്കലും ഇതിനെ എടുത്തിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിൽ കൂട്ടരുത്. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ ലാസ്റ്റ് എന്ത് ചെയ്തു, അയാൾ ഈ പൈസ അടച്ചു. എത്ര രൂപ അടച്ചു? 20,196 രൂപ അടച്ചു. ഇപ്പൊ 20,196 നമുക്ക് ഈ ഒരു പ്രിൻസിപ്പളിൽ നിന്നും ആദ്യത്തെ പ്രിൻസിപ്പളിൽ നിന്ന് കുറയ്ക്കാൻ. കാര്യം എന്താ, അയാൾ പ്രിൻസിപ്പളിലാണ് എന്ത് ചെയ്തത്, അടച്ചു തീർത്തത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കുറച്ചുകൂടെ ഇവിടെ 6 എഴുതാതെ കുറച്ചുകൂടെ 8 ഇങ്ങനെ ചെയ്യണ്ടേ. 8 6 പോയി കഴിഞ്ഞാൽ 2, 8 6 പോയി. ഇവിടെ 0 ആണ്, 0 9 പോകത്തില്ല. 1 കടവെടുത്ത് 10 9 പോയാൽ 1 ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ 1 വരും. 1 1 പോയാൽ ഇവിടെ 0 വരും. 2 2 0 പോയാൽ ഇവിടെ 2 വരും. ഇവിടെ 9 9 2 പോയാൽ 7 വരും. ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് കുറച്ചു. അപ്പൊ 1,72,012 രൂപയാണ് എന്തുള്ളത്, ബാക്കിയുള്ള പ്രിൻസിപ്പൽ. ഇതിനകത്ത് എന്തുണ്ട്, അടുത്ത വർഷം ഇതിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 1,00,000, ഓക്കെ, അത് നമുക്ക് ഇവിടെ എഴുതാം. ടോട്ടൽ പൈസ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ 15% കൂടെ എന്ത് ചെയ്യണം, അടയ്ക്കണം. ടോട്ടൽ പൈസ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 19,000 ആണ്. നമുക്ക് 1,72,012 രൂപ എന്തുണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്. ഇത് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ത് വരും, ഇതിനായിരിക്കും ഇൻട്രസ്റ്റ് വരും. ഇതിന്റെ 15%. ഇതിന്റെ 15% എന്ന് പറയുമ്പോൾ 10%, ഞാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. 10% 17,201.2. ഒരു സാധനം മാറ്റി പോയിന്റ് ഇട്ടാൽ 17,201.2 പിന്നെ ഇതിന്റെ 5% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി. 17,201 പകുതി എന്ന് പറയുമ്പോൾ 8,500 ആണ്. 17,000 പകുതി 201.2 പകുതി എന്ന് പറയുമ്പോൾ 200 പകുതി 100 ആണ്. 8,600 1.2 പകുതി 0.6 ആണ്. അപ്പോൾ 8,600.6. ഇത്രയും കൂട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് ഹൗ മച്ച് ഡസ് ഹി പേ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ഇൻക്ലൂഡിംഗ് ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ് അക്രൂഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ. അപ്പൊ ഈ കാൽക്കുലേഷൻ കൊണ്ടാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ഇതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഇതൊക്കെ എന്താണ്, ഞാൻ ഡയറക്റ്റ് ഒറ്റ വാല്യൂ എഴുതിയുള്ളൂ. അപ്പൊ കൂട്ടുന്ന സമയത്ത് എന്ത് കിട്ടും, 8 4 12 14 20 20 0 ശിഷ്ടം 2. നമുക്ക് യൂണിറ്റ് എല്ലാം കുറച്ച് രണ്ടെണ്ണത്തിൽ വ്യത്യാസമാണ്. ഇവിടെ നോക്കി ഡിഷൻ 2 2 2 4 1 5. അതായത് നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് 5 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ എയിൽ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് 5 ഉള്ളൂ. എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേഷനെ ടാക്കിൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര സ്പീഡുള്ള ആളായാലും 1 മിനിറ്റോളം എന്ത് ചെയ്യും, എടുക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്കി ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മെയിൻസിന്റെ സ്ട്രാറ്റജി വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്പിംഗിന്റെ വീഡിയോ ചെയ്തു. മെയിൻസിന്റെ സ്ട്രാറ്റജി വീഡിയോയിൽ ഞാൻ പറഞ്ഞു മാത്സിൽ ഈസി ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് തന്നെ ചെയ്യണം. എന്തിനാണ്, ഇതേപോലത്തുള്ളൊക്കെ ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് സമയം കൊടുക്കാൻ. ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യില്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മെയിൻസിന് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് 4 മാർക്കാണ് ബാക്കിയുള്ള ഒരാളെക്കായും എക്സ്ട്രാ കിട്ടുന്നത്. അത് മനസ്സിലാക്കണം. ഇവിടെ കൺസെപ്റ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല, കാൽക്കുലേഷൻ ആണ് കൂടുതൽ. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും രൂപ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അടയ്ക്കുന്ന പൈസ പ്രിൻസിപ്പളിൽ നിന്ന് കുറയും. ഒരിക്കലും ഈ കിട്ടുന്ന ആദ്യത്തെ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യത്തില്ല, നമ്മളുടെ പ്രിൻസിപ്പളിലോട്ട് ആഡ് ചെയ്യത്തില്ല. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ സെക്കൻഡ് ഇയറിൽ അടച്ചപ്പോൾ പ്രിൻസിപ്പളിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു അടച്ച പൈസ കുറച്ചു. ഇതാണ് പുതിയ പ്രിൻസിപ്പൾ. ഇപ്പൊ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൾ ഇതാണ്. ഇതിന്റെ 15% കണ്ടുപിടിക്കാൻ പെർസെന്റേജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. പെർസെന്റേജ് ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ ഏകലവ്യ ബാച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകലവ്യ ബാച്ചിന്റെ ഒരു 15 ദിവസത്തിനോട് ചെയ്യാനുള്ളൂ. ലെവൽ 2 കടന്നിട്ടുണ്ട്. അപ്പോൾ ഏകലവ്യ ബാച്ച് എടുത്ത് കാണുക. അതിനകത്ത് ഇതെല്ലാം പറഞ്ഞു. ഓക്കെ, യെസ്, ഇതെല്ലാം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതിന്റെ 10% 5% കൂട്ടി 15% വെച്ച് എന്ത് ചെയ്തു. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ആൻസർ വരും നമുക്ക് 22 66 45. നമ്മൾ ഈ 5 വെച്ച് എന്ത് ചെയ്തു, ആൻസർ ഇവിടെ നിർത്തി. ഒരുപാട് വലിയ കാൽക്കുലേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു ഷിഫ്റ്റ് വന്നതാണെങ്കിൽ ഇത് വേറൊരു ഷിഫ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ആൻസർ എങ്ങനെ ചെയ്യാം, ഇവിടെ പ്രണവ് ഇത്രയും സമ്മാനം 5,92,397. 20% എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്. അറ്റ് എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിൽ സെയിം വേർഡിങ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ചെറിയ വ്യത്യാസമുള്ള എന്ത്, നമ്മുടെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ നമ്പേഴ്സ്. ഈ റീപേസ് ഇത്രയും രൂപ ടുവേർഡ്സ് റിട്ടേൺ ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ബോറോ. If Pranav clears all pending dues at the end of the second year, including interest payment that accrued during the first year, how much does he pay at the end of second year? Same question. അപ്പൊ ഇവിടെ 5,92,327 ആണ്. അതിന്റെ 20% എന്ത് കിട്ടും, ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇതിന്റെ 20% കണ്ടുപിടിക്കുന്നത് എങ്ങനെ, 10% ഇതാണ്. 10% എന്ന് പറഞ്ഞാൽ 59,83,9.7 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ 20% എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ by 5 ചെയ്യാം. by 5 ചെയ്ത് കണ്ടുപിടിക്കും. by 5 ചെയ്യുന്നതായിരിക്കും കുറച്ച് എളുപ്പം അല്ലെ. അല്ലെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 20% എന്ന് പറഞ്ഞാൽ 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. 20/100 ആണ്. അതായത് 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ എങ്ങനെ വേണം ചെയ്യാം. അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 5 ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടും, ഇവിടെ
നമുക്ക് ഇവിടെ എഴുതാം. ബൈ 5 കൊണ്ട് ചെയ്യുമ്പോൾ 5 കൊണ്ട് എങ്ങനെയൊക്കെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒറ്റ സ്റ്റെപ്പിൽ ഡിവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ചാനൽ കാണുന്ന ഒരാളാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ബാക്കിലുള്ള ക്ലാസ്സുകൾ തുടക്കക്കാർ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോയിൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ എങ്ങനെ ചെയ്യുന്നത്, ബൈ 5 ചെയ്യുമ്പോൾ 5/5 1, 9/5 എത്ര 1, ബാക്കി ഇഷ്ടം 4, 42 5 9 വട്ടം, 33 5 6 വട്ടം, ബാക്കി 39 5 7 വട്ടം, 47 5 9 വട്ടം, ബാക്കി ശിഷ്ടം 2 2 ഒരു പോയിന്റ് ഇട്ടു, 20/5 0.4. അപ്പൊ ഇത്രയും രൂപയാണ് ഫസ്റ്റ് ഇയറിലെ അയാളുടെ ഇൻട്രസ്റ്റ്. ഇനി അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യുന്നു, ഇത്രയും രൂപ അയാൾ അടയ്ക്കുന്നു. അപ്പോൾ ഇത്രയും അടയ്ക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്തായി, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ 7 നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമ്മൾ 3, 9 8 കുറയ്ക്കുമ്പോൾ 1, 3 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 1, അടുത്ത 8 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 4, അടുത്ത 9 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 7, 5 അതേപോലെ. അതായത് 5,74,113 രൂപ എന്തുണ്ട് ഇപ്പൊ ബാക്കിയുണ്ട്. ഇനി ഇതിന്റെ 5,114 5,74,113 രൂപ ഉണ്ട്. ഇനി ഇതിന്റെ 20% എന്ത് ചെയ്യും, ഇതിന്റെ 20% കൂടെ അയാൾക്ക് അടുത്ത വർഷം ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൾ ആണ്. ഇതിന്റെ 20% ബൈ 5 ചെയ്യാം. ചെയ്താൽ ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതേ ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കൂട്ടാം. ഇതേ ബൈ 5 ചെയ്യുമ്പോൾ 1 1 7 5 ചെയ്യുമ്പോൾ 1 24 5 4 വട്ടം, ബാക്കി 4 41 5 8 വട്ടം, ബാക്കി 11 11 2 വട്ടം, 11 2 വട്ടം, ബാക്കി 13 13 2 വട്ടം, പിന്നെ ശിഷ്ടം 3 3/6 3/5 എന്ന് പറയുമ്പോൾ 0.6 ആണ്. ഇതൊക്കെ 3/5 എന്ന് പറയുമ്പോൾ 60%. അപ്പൊ ഇതും ഈ ഒരു പ്രിൻസിപ്പളോട് കൂട്ടി എന്ത് ചെയ്യണം, അതിൽ ആ ഒരു പൈസ അടക്കേണ്ടി വരും. അപ്പൊ എത്ര രൂപ അടക്കേണ്ടി വരും, ഇതും 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 ഇത് 300 കൂട്ടുന്നതാണ് നമ്മുടെ ആൻസർ. 0.4ഉം 0.6ഉം എന്തായി 1 ആയി. ഇവിടെ 0 കൊടുക്കാം. ശിഷ്ടം 1 ഉണ്ട്. ശിഷ്ടം 1 വരുമ്പോൾ 1ഉം 9 10ഉം 2 12 3ഉം 15. നമ്മുടെ ആൻസർ എന്തിൽ അവസാനിക്കും, 5ൽ അവസാനിക്കും. 5ൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ഇതാണ് കാൽക്കുലേഷൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ ഒരു 3 നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പറിൽ ഈ ഒരു 3 സാധനങ്ങളെ കാണത്തുള്ളൂ. 3 സാധനങ്ങളെ കാണത്തുള്ളൂ. നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ, ബാക്കിയുള്ളവർ ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. ബാക്കിയുള്ളവർ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽക്കുലേഷൻ. അതാണ് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കാൽക്കുലേഷനും അതുപോലെ തന്നെ കൺസെപ്റ്റിനും ഒരുപോലെ കൊടുക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ഈ നമ്പറിന്റെ പരിചയം നിങ്ങൾ എന്ത് ചെയ്യും, വളരെയധികം ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാനായിട്ട് സെറ്റ് ആക്കും. ഈ കൺസെപ്റ്റിൽ ഒന്നും ഒരു പ്രശ്നമില്ല, കാൽക്കുലേഷനും പ്രശ്നമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിൻസ് ലെവലിൽ പഠിക്കുന്നവർ മെയിൻസ് ലെവലിൽ തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തോളൂ. കുറച്ച് പാടാണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്തോളൂ. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പറയാം. നിങ്ങൾ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ഫ്രീ ആയിട്ട് ക്ലാസ് തരുന്നു. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ക്ലാസ് യൂസ്ഫുൾ ആണെന്നെങ്കിൽ പറയുന്നു, അടുത്ത ക്ലാസ് തന്നിരിക്കും. എത്ര സമയമില്ലെങ്കിലും ഞാൻ സമയം എടുത്ത് തന്നിരിക്കും. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. വിട്ട ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ടുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.